നിരന്തരം വെടിയേറ്റ് വീഴുന്ന ഒരു ഗാന്ധി 1948 ജനുവരി 30 മാത്രമല്ല, നിരന്തരം വേട്ടയാടപ്പെടുന്ന വെടിയേറ്റ് വീഴുന്ന ഒരു ഗാന്ധി നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇന്നലെ സംഗീത ശില്പം പോലും മുന്നോട്ട് വെച്ച ശിഥിലീകരണത്തിന്റെ ശക്തികൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് പോലെയാണ് മധുസൂദനൻ നായരുടെ ഗാന്ധി എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുഗാമിയില്ലാത്ത പഥിക തുടർന്നായി തനിയെ നടന്നു അരുതേ പരാശ്രയമിടം. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമി അഗ്നിക്കു മുന്നിൽ. വെടികൊണ്ട പക്ഷിയൊന്നെവിടയോ ചിതകൊച്ചയിരയും പിന്നിൽ. രാംധുൻ കഴിഞ്ഞു ശ്രുതിയും തീർന്നു. ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു. നായകർ പൂവിട്ടു ഭജനം കഴിഞ്ഞു. വേഗം കരിമ്പൂച്ചകൾക്കൊപ്പം എങ്ങെപ്പോഴോ യാത്രയായി. രാംധുൻ കഴിഞ്ഞു ശ്രുതിയും തീർന്നു. ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞുപോയി. നായകർ പൂവിട്ടു ഭജനം കഴിഞ്ഞു. വേഗം കരിമ്പൂച്ചകൾക്കൊപ്പം എപ്പോഴോ യാത്രയാ. ഒരു ഭ്രാന്തൻ ഏതോ ദരിദ്രരുദ്രൻ മാത്രം എരിയുന്ന കാറ്റായി വളർത്തുവച്ചു. മൗനവചനം കടൽ പോൽ വന്നു. ശമിക്കാത്ത കഥനമായി പെയ്തു നടക്കുകയാണിപ്പോഴും. ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രം എരിയുന്ന കാറ്റായി വളർത്തുവച്ചും. മൗനവചന കടൽ പോലും ശമിക്കാത്ത കഥനമായി പെയ്തു നടക്കുകയാണിപ്പോഴും. ഇന്നു ഞാൻ എന്തേ തിരഞ്ഞു വന്നു. ഭീതനൻ രുതിരയജ്ഞം പിഴച്ചുവല്ലോ. കുടിലയന്ത്രങ്ങളിൽ ഗൂഢമന്ത്രം ജപിച്ചെയ്തൊരസ്ത്രമെൻ നെഞ്ചിലെ വീണുവല്ലോ. എങ്ങാത്മരക്ഷ എന്നെങ്ങോ തിരഞ്ഞു വഴിയെല്ലാം അലഞ്ഞു കടകൊള്ളേ. ഒന്നൊന്നുമറിയാത്ത പാവങ്ങള നാട്ടു പൈതങ്ങളെന്തിനോ പാട്ടു തുടരുന്നു. തനിയെ നടന്നു നീ പോവുക. തനിയെ നടന്നു നീ പോവുക. നിൻ ദീപമീ അവനിൽ സ്നേഹമാ വാഴ്വ്. അവനു പേരല്ലാഹ്, രാമൻ, ഈശോ, സത്യം. അവനാണ് ചഞ്ചലൻ ധീരൻ. ധീരമാം സ്നേഹമേ ശാന്തി. ശാന്തി ഗീതമാണാർക്കുമേ ഗാന്ധി. ആരാണു ഗാന്ധി? ആരാണു ഗാന്ധി? നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ. തനിയെ തീർത്ത വരചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ. വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോ. കഥയായിരുന്നുവോ ഗാന്ധി? കഥയായിരുന്നുവോ ഗാന്ധി? വെറും കനവായിരുന്നുവോ ഗാന്ധി? കഥയായിരുന്നുവോ ഗാന്ധി? വെറും കനവായിരുന്നുവോ ഗാന്ധി? താങ്ക് യു.